മുഖത്ത് ചോരപ്പാടുകളും കയ്യിൽ തൃശൂലവുമേന്തി ഒരു കാളക്കൂറ്റിന്റെ മുകളിൽ കയറി പാഞ്ഞു വരുന്ന മഹേഷ് ബാബു. രാജമൗലിയുടെ വാരണാസിയിലെ രുദ്രയായുള്ള നടന്റെ ലുക്കിനെ അത്ഭുതത്തോടെയാണ് ആരാധകർ നോക്കുന്നത്. കാരണം ഇന്നുവരെ കാണാത്ത ഒരു മഹേഷ് ബാബുവിനെയാണ് രാജമൗലി ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ടീസറിന് പിന്നാലെ ചില വിമർശനങ്ങളും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരിൽ നിന്ന് ഉയരുന്നുണ്ട്. മഹേഷ് ബാബുവിനെ കൊണ്ട് രാജമൗലിയുടെ വിഷനെ മാച്ച് ചെയ്യാൻ കഴിയുമോ? അഭിനയത്തിൽ പതിവ് പോലെ മഹേഷ് നിരാശപ്പെടുത്തുമോ എന്നുള്ള ആശങ്കകളും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. അവയ്ക്കെല്ലാം മറുപടി പറയണമെങ്കിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടി വരും. മഗധീര എന്ന ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ തെലുങ്കിൽ സൂപ്പർ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയം. ചിരഞ്ജീവിയുടെ മകനായതുകൊണ്ട് തന്നെ തെലുങ്ക് ദേശത്ത് രാം ചരണിന് പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റാൻ അധികം പാടുപെടേണ്ടി വന്നിട്ടില്ല. എന്നാൽ റിലീസിന് 2 വർഷം ഇപ്പുറം ചിത്രം ധീര എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയെത്തിയപ്പോൾ രാം ചരണിനെ കുറിച്ച് ഇവിടെ ആർക്കും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ധീരയിലെ നായകൻ ആരെന്നോ അയാളുടെ കുറവുകളോ ആരും ശ്രദ്ധിച്ചില്ല. പകരം രാജമൗലി എന്ന സംവിധായകൻ തീർത്ത അത്ഭുത ലോകത്ത് പ്രേക്ഷകർ മയങ്ങി നിന്നു. ആ രാജമൗലി സിനിമയിലൂടെ രാം ചരണിന് ലഭിച്ചത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരുടെ സ്വീകാര്യതയായിരുന്നു. തുടർന്ന് ഈച്ച എന്ന സിനിമയിൽ കിച്ച സുദീപ് എന്ന കന്നഡ നടനെ വില്ലനായി രാജമൗലി അവതരിപ്പിച്ചു. അന്ന് അത്ര പോപ്പുലർ ആയിരുന്നില്ല കിച്ച സുദീപ്. അയാളെ രാജമൗലി എന്ന സംവിധായകൻ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച വില്ലൻ പെർഫോമൻസുകളിൽ ഒന്നായി മാറ്റിയെടുത്തു. മുന്നിൽ അഭിനേതാക്കൾ ഒന്നുമില്ലാതിരുന്നിട്ടും വെറും ഒരു ഈച്ചയെ മനസ്സിൽ സങ്കല്പിച്ച് ഗംഭീര പ്രകടനം നടത്തിയ സുദീപിനെ ആരും ഒരിക്കലും മറക്കില്ല. എന്തിന്, ബാഹുബലി എന്ന ചിത്രം ഇറങ്ങുന്നതിന് മുൻപ് നമ്മളിൽ എത്ര പേർക്ക് പ്രഭാസിനെയോ അദ്ദേഹത്തിന്റെ സിനിമകളെയോ പരിചിതമായിരുന്നു? അതുവരെ ബില്ല, റിബൽ, മിർച്ചി തുടങ്ങി തീർത്തും ഒരു തെലുങ്ക് കൊമേഴ്ഷ്യൽ ഫോർമാറ്റ് പിന്തുടരുന്ന സിനിമകളായിരുന്നു പ്രഭാസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു യോദ്ധാവായി, രാജാവായി പ്രഭാസിനെ സങ്കല്പിക്കാമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ ആയിരിക്കണം അതുവരെ ഭൂരിഭാഗം പേരുടെയും മറുപടി. എന്നാൽ കീരവാണിയുടെ BGMന്റെ അകമ്പടിയോടെ അമരേന്ദ്ര ബാഹുബലിയായി പ്രഭാസ് നടന്നു വരുമ്പോൾ മറ്റാരെയും സങ്കല്പിക്കാൻ പറ്റാത്ത വണ്ണം ആ പ്രകടനവും റോളും മാറിക്കഴിഞ്ഞു. പ്രഭാസിലെ കൊമേഴ്ഷ്യൽ ഹീറോയെ ഛത്രപതിയിലൂടെ രാജമൗലി അവതരിപ്പിച്ചപ്പോൾ ബാഹുബലി അയാളിലെ അഭിനേതാവിന്റെയും താരത്തിന്റെയും എപ്പിറ്റോമായി മാറി. വാരണാസിയിലേക്ക് എത്തുമ്പോൾ മഹേഷ് ബാബുവിന്റെ അഭിനയത്തെ ക്രൂക്ഷിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അയാൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു രാജമൗലി സിനിമയിലാണ്. തന്നിലെ അഭിനേതാവിന്റെ പൂർണ്ണത കൈവരിക്കാതെ അയാളെ രാജമൗലി വിടില്ല എന്ന കാര്യം തീർച്ചയാണ്. പ്രഭാസിന് ബാഹുബലിയും രാം ചരണിന് മഗധീരയും സുദീപിന് ഈച്ചയും സമ്മാനിച്ചതുപോലെ മഹേഷ് ബാബു എന്ന അഭിനേതാവിന്റെ കരിയറിലെ പൊൻതൂവലാവട്ടെ വാരണാസി. അഭിനയം വഴങ്ങില്ല, മുഖത്തെ പേശികൾ ചലിക്കുന്നില്ല എന്ന് കളിയാക്കിയവർക്ക് മുന്നിലേക്ക് പ്രകടനം കൊണ്ട് ഞെട്ടിക്കാൻ മഹേഷ് ബാബുവിനും സാധിക്കട്ടെ.